ശ്രീമന്നാരായണീയം ദശകം 20 ഋഷഭയോഗീശ്വര ചരിതം ശ്ലോകം 8. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഉക്ത്വാ സുദേഭ്യോധ മുനീന്ദ്രമധ്യേ വിരക്തിഭക്ത്യന്വിതമുക്തിമാർഗം സ്വയം ഗത പാരമഹംസ്യ വൃത്തിം അഥാ ജഡോന്മത്ത പിശാചചൈര്യാം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ഋഷഭദേവന്റെ 100 പുത്രന്മാരില് 9 പുത്രന്മാർ യോഗി ശ്രേഷ്ഠന്മാരായിട്ട് മാറി. വേറെ 9 പേര് ഭാരതവർഷത്തിന്റെ ഭൂഖണ്ഡത്തിന്റെ ഓരോ ഭാഗങ്ങളെ പരിപാലിച്ചു, രാജാക്കന്മാരായിട്ട് ഭരിച്ചു. ബാക്കി 89 പുത്രന്മാര് തപശക്തി കൊണ്ട് ബ്രാഹ്മണരായിട്ട് മാറുകയും ചെയ്തു. അനന്തരം ത്വം അവിടുന്ന് ഋഷഭദേവൻ മുനീന്ദ്രമധ്യേ മുനിശ്രേഷ്ഠന്മാരുടെ മധ്യത്തിൽ വെച്ച് നടുക്ക് വെച്ച് ഒരുപാട് മുനിമാര് കൂടിയിരിക്കുന്ന ആ സഭയിൽ വെച്ച് സുദേഭ്യ പുത്രന്മാർക്ക് വിരക്തി ഭക്തി അന്വിത മുക്തിമാർഗം ഉക്ത്വാ, വിരക്തി വൈരാഗ്യം ഭക്തി എന്നിവയോട് കൂടിയ, അന്വിതം അതിനോട് കൂടിയ, വിരക്തി അതുപോലെ ഭക്തി എന്നിവയോട് കൂടിയ മുക്തിമാർഗം മോക്ഷമാർഗത്തെ ഉക്ത്വാ ഉപദേശിച്ചു കൊടുത്തിട്ട് സ്വയം താൻ തന്നെ പാരമഹംസ്യ വൃത്തിം പരമഹംസന്മാരുടെ ആ വൃത്തിയെ, പരമഹംസന്മാരെങ്ങനെയാണോ അവര് മുമ്പോട്ടുള്ള ജീവിതം നയിക്കുന്നത് അതുപോലെ അതിനെ ഗത സ്വീകരിച്ചിട്ട് ഈശ്വരഭക്തി, ആത്മജ്ഞാനം, വിഷയങ്ങളിലുള്ള വൈരാഗ്യം ഇവയെല്ലാം ഉള്ളവരാണ് പരമഹംസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള പരമഹംസന്മാരുടെ ജീവിത രീതിയെ അനുകരിച്ചിട്ട് സ്വീകരിച്ചിട്ട് ജഡ ഉന്മത്ത പിശാചചൈര്യാം അഥ, ജഡൻ വിഡ്ഢി, ഉന്മത്തൻ ഭ്രാന്തൻ, പിശാജ് പിശാചന് എന്നിവരുടെ അവരുടെ ചര്യകള്, അവരുടെ രീതികള് അഥ അനുഷ്ഠിച്ചു. അതായത് പിന്നീട് ധാരാളം മുനിശ്രേഷ്ഠന്മാര് ഇരിക്കുന്നിടത്ത് വച്ച് പുത്രന്മാർക്ക് വൈരാഗ്യം ഭക്തി എന്നിവയോട് കൂടിയ മോക്ഷമാർഗത്തെ ഉപദേശിച്ചു കൊടുത്തിട്ട് പരമഹംസന്മാരുടെ ആ ജീവിത രീതിയെ സ്വീകരിച്ചിട്ട്, ചിലപ്പോൾ വിഡ്ഢികളുടെ കൂട്ട് നടക്കും, ബുദ്ധിശൂന്യനായിട്ട് ഒന്നും അറിയാൻ പാടില്ല എന്നുള്ള രീതിയിൽ. അന്വിത എന്ന് പറഞ്ഞാൽ ഇവിടെ ചേർന്ന എന്നുള്ള അർത്ഥം എടുക്കുക. അതായത് വൈരാഗ്യം ഭക്തി എന്നിവ ചേർന്ന ആ മോക്ഷമാർഗം, അതാണ് ഇവർക്ക് ഉപദേശിച്ചു കൊടുത്തത്, മക്കൾക്ക് ഉപദേശിച്ചു കൊടുത്തത്. അതിനുശേഷം പരമഹംസന്മാരുടെ ആ ഒരു ജീവിത രീതി സ്വീകരിച്ചു. ഈശ്വരഭക്തിയും ആത്മജ്ഞാനവും അതുപോലെ വിഷയങ്ങളിലുള്ള വൈരാഗ്യം, താല്പര്യക്കുറവ്, ഇങ്ങനെയുള്ളവരാണ് പരമഹംസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള പരമഹംസന്മാരുടെ ജീവിത രീതിയെ സ്വീകരിച്ചിട്ട് ഇവിടെ ഒരു വിഡ്ഢിയുടെ പോലെ, ബുദ്ധിയില്ലാത്തവനെ പോലെ, അതുപോലെ ഒരു അറിവുമില്ലാത്തവനെ പോലെ, ഭ്രാന്തൻ, ഉന്മത്തനായിട്ട്, അതായത് പരസ്പര വിരുദ്ധമായിട്ട് പറയുക, നടക്കുക, പ്രവർത്തിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പിശാചിന്റെ രീതികൾ എന്നിങ്ങനെയുള്ള പ്രവൃത്തികളെല്ലാം അനുഷ്ഠിച്ച് ഋഷഭദേവൻ പിന്നീടുള്ള ജീവിതം മുൻപോട്ട് നയിച്ചു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.